രാത്രിയിൽ കുറച്ചേറെ നേരം അച്ഛൻ തിരുമേനിയുടെ മടിയിൽ ഉണ്ണിക്കണ്ണൻ സംസാരിച്ചിങ്ങനെ കിടന്നു. ഇനി ഉറങ്ങിക്കോളൂ കണ്ണാ, നിർമ്മാലയാവുമ്പോൾ ഉണരണ്ടേ? ഉറങ്ങിയില്ലാച്ച ഉറക്കക്ഷീണാവൂലേ? ഉറങ്ങാ അച്ഛൻ തിരുമേനി. ഞാൻ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കായിരുന്നു. എന്ത് ഭംഗിയല്ലേ അവയൊക്കെ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്ന കാണാൻ. എന്നെ നോക്കി ചിരിക്കണ പോലെയാ തോന്നണേ. സത്യമാവും കണ്ണാ, എൻ്റെ പൊന്നുണ്ണിയെ കാണാൻ പകല് മുഴുവനും ഭക്തരെ കാത്തിരിക്കുന്ന പോലെ നക്ഷത്രങ്ങൾ രാത്രിയാവാൻ കാത്തിരിക്കുന്നതാവും. അവരും ഉണ്ണിയെ കണ്ട് സന്തോഷിക്കട്ടെ. കണ്ണൻ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മഴക്കാലത്തെ എന്നെ കാണാൻ എന്തേ ഇവർ വരാത്തെ രാത്രിയിലൊക്കെ? അത് അച്ഛൻ തിരുമേനി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനൊന്ന് കുഴഞ്ഞു. പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു, അതുണ്ടല്ലോ, മഴക്കാലത്തെ അവയൊക്കെ കണ്ണൻ്റെ കൂടെ ഒളിച്ച് കളിക്കണതാവും കണ്ണാ. ആ ഉത്തരം കണ്ണൻ ഇഷ്ടപ്പെട്ടു. അത് കേട്ട് ഉണ്ണിക്കണ്ണൻ പതുക്കെ ചിരിച്ചു. അതെയല്ലേ? ആ ചിരിയിൽ മഴത്തുള്ളികളുടെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും ഒരുമിച്ചു. ആകാശത്ത് നക്ഷത്രങ്ങൾ കൂടുതൽ തിളങ്ങി. അവർക്കും സന്തോഷമായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ ആ നിഷ്കളങ്ക ചിരി. അച്ഛൻ തിരുമേനി കണ്ണൻ്റെ തലമുടി ഒന്ന് സ്നേഹത്തോടെ തഴുകി. ഉറങ്ങിക്കോളൂ കണ്ണാ, നിർമ്മാല്യം ആവുമ്പോൾ ഞാൻ വിളിക്കാം. കണ്ണൻ നക്ഷത്രങ്ങളെ നോക്കി പതുക്കെ പറഞ്ഞു. നാളെ വീണ്ടും കാണാം. മഴത്തുള്ളികൾ പാട്ടുപാടി. നക്ഷത്രങ്ങൾ കാവൽ നിന്നു. ഉണ്ണിക്കണ്ണൻ ഉറങ്ങി. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ. പൊന്നു ഗുരുവായൂരപ്പാ, ഏതവസ്ഥയിലും നിൻ്റെ ഒരു പുഞ്ചിരി മാത്രം മതി സമാധാനമായി നിൻ്റെ ഭക്തർക്ക് ഉറങ്ങുവാൻ. എന്നും കൂടെ ഉണ്ടാവണേ കണ്ണാ. സർവം കൃഷ്ണാർപ്പണമസ്തു.